രാജ്യങ്ങളായ രാജ്യങ്ങൾക്കൊന്നും ജാപ്പനീസ് സൈന്യത്തെ ഭയമുണ്ടായിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ജാപ്പനീസ് സൈന്യത്തെ ഭയക്കുന്നത്? ജപ്പാന്റെ ശത്രു രാജ്യങ്ങൾ ആർമിയെ ഭയക്കുക മാത്രമല്ല, മറിച്ച് അവരെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. 80 വർഷങ്ങൾക്ക് മുൻപ് ന്യൂക്ലിയർ അറ്റാക്കാൽ തകർക്കപ്പെട്ട രാജ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തങ്ങളുടെ കരങ്ങളാൽ ആയുധമെടുക്കില്ല എന്ന് വാഗ്ദാനം നടത്തിയ രാജ്യം. ഇതേ രാജ്യത്തിന്റെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 9 പറയുന്നു, വി വിൽ നെവർ മെയിൻറ്റെയിൻ വാർ പൊട്ടൻഷ്യൽ. അതേ രാജ്യത്തിൽ എന്നാൽ ഇന്നെന്താണ് നടക്കുന്നത്? കാഴ്ചയിൽ ഒരുപക്ഷെ ഇതൊരു സാധാരണ ഷിപ്പായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് ജപ്പാന്റെ ഒരു സ്കൈഫൈ വെപ്പണാണ്. തന്റെ എനിമി ഷിപ്പുകളെ 2 കഷ്ണമാക്കാൻ ഇവന് സാധിക്കും. ഈ ഒരു വെപ്പണിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽഗൺ. മറ്റു വാർ മെക്കാനിസങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇലക്ട്രിക് എനർജിയാണ് ഈ ഒരു മെഷീൻ ഫയർ ചെയ്യുന്നത്. അമേരിക്കയെ കൊണ്ട് പോലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് ജപ്പാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 80 വർഷങ്ങളായി നടക്കാത്ത ഒരു മാറ്റമാണ് ഇപ്പോൾ ജപ്പാനിൽ നടന്നു വരുന്നത്. നിങ്ങളിൽ പലരും സ്റ്റാർ വാർ മൂവിയിൽ ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഫയറിംഗ് നടത്തുന്ന ഒരു ടെക്നോളജി കണ്ടിട്ടുണ്ടാകും. ഇന്ന് പ്രാക്ടിക്കലി ജപ്പാൻ അത് ചെയ്തിരിക്കുകയാണ്. ഇൻഫാക്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ തന്നെ ജപ്പാന്റെ ഡിഫൻസ് ഫോഴ്സിൽ വളരെ വലിയ തോതിലുള്ള അപ്ഗ്രഡേഷൻ ആണ് വന്നിരിക്കുന്നത്. ജപ്പാന്റെ തന്നെ നേവൽ വാർഷിപ്പായ JS ചോക്കായിയെ USA-യിലേക്ക് അയച്ചു. തുടർന്ന് USA-യിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽസും ഇതിൽ ഫിറ്റ് ചെയ്യുന്നു. Japan is moving to dramatically expand its firepower. The guided missile destroyer JS Chokai is now heading to the United States for a year-long deployment. ഈ മിസൈലുകളുടെ റേഞ്ച് തന്നെ നോക്കിയാൽ ജപ്പാൻ അവിടെ ഇരുന്ന് തന്നെ സൗദി അറേബ്യയെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും വൈഡ് റേഞ്ചാണ് ഈ മിസൈൽസ് കവർ ചെയ്യുന്നത്. കൂടാതെ ഇക്കഴിഞ്ഞ 9 ഒക്ടോബറിന് ജപ്പാൻ മറ്റൊരു അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി. സബ്മറീൻസ്, ആർമി യൂണിറ്റ്സ്, ഷിപ്സ് ഇവയെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കാൻ പോകുന്നു. ഇതിനു പുറമെ ജാപ്പനീസ് എയർഫോഴ്സിൽ AI ഡ്രോൺ ഫ്ലീറ്റ്സ് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇവ ആകാശത്തിലും ഭൂമിയിലും കൂടാതെ സമുദ്രത്തിന്റെ ഉള്ളിലും തങ്ങളുടെ നിരീക്ഷണങ്ങൾ നടത്തും. റീസെന്റ് ആയി തന്നെ ജപ്പാൻ ജോയിന്റ് ഓപ്പറേഷൻ കമാൻഡ് കൂടി രൂപീകരിച്ചിട്ടുണ്ട്. ഇമർജൻസി വാർ സിറ്റുവേഷനുകളിൽ ഒരു വാർ റൂമായി ആയിരിക്കും അവരിതിനെ ഉപയോഗിക്കുക. പക്ഷേ ഇതെല്ലാം എന്തിനാണ് ജപ്പാൻ ചെയ്യുന്നത്? ജപ്പാന്റെ ഈ സഡൻ അഗ്രഷനുള്ള കാരണം എന്താണ്? യുദ്ധമാണോ വാസ്തവത്തിൽ ജപ്പാന്റെ ലക്ഷ്യം? ജപ്പാനെ പോലെ ഒരു പീസ്ഫുൾ കൺട്രിക്ക് ഒരു യുദ്ധത്തിന്റെ ആവശ്യമുണ്ടോ? ആരാണ് ഇവരുടെ ശത്രു? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ജപ്പാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തങ്ങളുടെ മിലിറ്ററി ബഡ്ജറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ വർഷം തന്നെ ജപ്പാൻ ഇന്ന് വരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ മിലിറ്ററി ബഡ്ജറ്റ് അലോക്കേഷൻ ആണ് നടത്തിയത്. ഇങ്ങനെ പോയാൽ ജപ്പാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് അലോക്കേഷൻ ആയിരിക്കും 2026 നടക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം $60 ബില്യൺ. ഈ ഒരു എമൗണ്ട് ബൊലീവിയ പോലെയുള്ള രാജ്യങ്ങളുടെ GDP-യേക്കാൾ കൂടുതലാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. 1940-കളിലെ ജപ്പാൻ, ഈ കാലത്തിലെ ജാപ്പനീസ് സൈന്യം എന്നത് മൃഗീയത നിറഞ്ഞ അല്ലെങ്കിൽ പൈശാചികത മനസ്സിൽ പൂണ്ടുകിടക്കുന്ന ഒരു സൈന്യമായിരുന്നു. ഇവർ തന്നെയാണ് ചൈനയിലെ നാൻജിങ് മാസിക്കറിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയും അവരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത്. ഇതിനു പുറമെ ജാപ്പനീസ് സൈന്യത്തിന്റെ ഡെത്ത് മാർച്ചിനെ പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടെ ഇവർ ഓസ്ട്രേലിയൻ പ്രിസണേഴ്സ് ഓഫ് വാറിൽ പിടിക്കപ്പെട്ടവരെ ലോങ് മാർച്ചിനായി ഫോഴ്സ് ചെയ്യുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ജപ്പാന്റെ കമിക്കാസി വാരിയേഴ്സിനെ നമുക്ക് എങ്ങനെ മറക്കാനാകും? ഇതാണ് USS ബങ്കർ ഹിൽ. വേൾഡ് വാർ 2-ൽ USA-യുടെ എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്നു ഇത്. ഇവരാണ് കാമിക്കാസി പൈലറ്റ്സ്. ഇവരുടെ മിഷൻ തന്നെ ഇതായിരുന്നു. തങ്ങളുടെ മിസൈൽ ലോഡഡ് എയർക്രാഫ്റ്റുകൾ നേരെ USS ബങ്കർ ഹില്ലിൽ കൊണ്ടുപോയി സൂയിസൈഡ് ബോംബിംഗ് നടത്തുക. ഒരു സമയത്ത് ജപ്പാന്റെ കയ്യിൽ ഇവരുടെ ഒരു സൈന്യം തന്നെ ഉണ്ടായിരുന്നു. തങ്ങളുടെ ഇമ്പീരിയലിസ്റ്റ് നേച്ചർ കാരണം ചൈനീസ്, ഇന്തോനേഷ്യൻസ്, കൊറിയൻസ്, ഫിലിപ്പീൻസ്, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻസ് ഇങ്ങനെ പലരെയും ഇവർ കൊന്നിട്ടുണ്ട്. അൺടിൽ ഹിറോഷിമ നാഗാസാക്കി ഇൻസിഡന്റ്. ഈ ഒരൊറ്റ ഇൻസിഡന്റിൽ ഏകദേശം 1 ലക്ഷത്തിൽ പരം ജാപ്പനീസ് സിറ്റിസൺസ് ആണ് മരണപ്പെട്ടത്. അങ്ങനെ അന്ന് വരെ ഉണ്ടായിരുന്ന ജാപ്പനീസ് സൈന്യത്തിന്റെ അഗ്രഷൻ ഒരൊറ്റയടിക്ക് എന്നേക്കുമായി ഇല്ലാതായി. ഇനി നിങ്ങൾ ജപ്പാന്റെ ഡിഫൻസ് അഡ്വർടൈസ്മെന്റ് നോക്കൂ. മറുവശത്ത് USA-യുടെയും ഇന്ത്യയുടെയും അഡ്വർടൈസ്മെന്റ് നോക്കൂ. സാധാരണ രീതിയിൽ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ മിലിറ്ററിയെ ഫിയർലെസ് ആയാണ് പോർട്രേ ചെയ്യുക. എന്നാൽ ജപ്പാന്റെ അഡ്വർടൈസ്മെന്റ് വളരെ വ്യത്യസ്തമാണ്. ലൈറ്റ് പിങ്ക് കളറിൽ പീസ് ആണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ റൂട്ട്സ് നമുക്ക് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കാണാനാകും. വേൾഡ് വാർ 2-ൽ ജപ്പാൻ സറണ്ടർ ചെയ്തതിനു ശേഷം USA തന്നെയാണ് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്. ജാപ്പനീസ് ആർമിയെ കൺട്രോൾ ചെയ്യാനായി USA ആർട്ടിക്കിൾ 9-ൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ജപ്പാന് യുദ്ധം ചെയ്യാനോ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാനോ ആയുധങ്ങൾ കൈവശം വെക്കാനോ കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജപ്പാനെ പൂർണ്ണമായും സംരക്ഷിക്കുക USA തന്നെയായിരിക്കും. ജപ്പാനെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു USA ഇങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. വേൾഡ് വാർ 2-ന് ശേഷം ഈ 2 രാജ്യങ്ങളുടെ ഇടയിലും മ്യൂച്വൽ സെക്യൂരിറ്റി ഡീൽ സൈൻ ചെയ്യുകയുണ്ടായി. ഇവിടെ ജപ്പാൻ മിലിറ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും അമേരിക്കയുടേതായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നും ജപ്പാനിൽ അമേരിക്കയുടെ ഏകദേശം 80-ലധികം മിലിറ്ററി ബേസും 50,000
10,000-ലധികം സോൾജേഴ്സിനെയും നമുക്ക് കാണാനാകും. ഇത് വാസ്തവത്തിൽ ജപ്പാൻ ഒരു ഫേവറബിൾ ഡീലായിരുന്നു. ബേസിക്കലി വേൾഡ് വാർ 2 ശേഷം ജാപ്പനീസ് നാഷണൽ ലീഡേഴ്സ് നാഷണൽ സെക്യൂരിറ്റിക്ക് പകരം അവരുടെ ഇക്കണോമിക് ഗ്രോത്തിലാണ് പണം സ്പെൻഡ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് ജാപ്പനീസ് ഇലക്ട്രോണിക്സും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയും വളരെ വേഗത്തിൽ ഗ്രോത്ത് പിടിച്ചത്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം നാം ഓർക്കേണ്ടത്, ജപ്പാൻ ഒരു സെൽഫ് ഡിഫെൻസ് ഫോഴ്സ് ഉണ്ട്. അതെ, സെൽഫ് ഡിഫെൻസ്. അവർക്കാരെയും അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, USA അഫ്ഗാൻ ആൻറ്റി ടെററിസ്റ്റ് വാർ നടക്കുന്ന സമയത്ത് ജപ്പാന് USA സഹായിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ജാപ്പനീസ് ട്രൂപ്പ് അവിടെ പോയി ചെയ്തത് വെറും ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് മാത്രമാണ്. ജപ്പാനിൽ ഈ ഒരു സഡൻ ചേഞ്ച് കൊണ്ടുവന്നത് എക്സ് പ്രൈം മിനിസ്റ്ററായ ഷിൻസോ ആബെയാണ്. 2012 ഇദ്ദേഹം പോപ്പുലർ മജോറിറ്റിയോടുകൂടി ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആകുന്നത്. ഇദ്ദേഹത്തിന്റെ മെയിൻ ഗോളായിരുന്നു ജാപ്പനീസ് നാഷണൽ സെക്യൂരിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. അതിനായി സെൽഫ് ഡിഫൻസ് ഫോഴ്സിനെ 50,000-ൽ നിന്നും 2,50,000 ആക്കി അദ്ദേഹം മാറ്റി. കൂടാതെ അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ക്വാഡ് കോപ്പറേഷൻ തുടങ്ങി. ഇത് ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയുടെ ഡോമിനൻസ് കുറച്ചു. ഇതിനെല്ലാം ഉപരിയായി ഷിൻസോ ഗവൺമെന്റ് ആർട്ടിക്കിൾ 9 വളരെ വലിയ റെവല്യൂഷണറി ചേഞ്ചസ് ആണ് വരുത്തിയത്. ഇതിലെ ഏറ്റവും പ്രധാന മാറ്റമെന്നത് തങ്ങളുടെ അലയായിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ജപ്പാനും തങ്ങളുടെ ആർമിയെ യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു പ്രവൃത്തി തികച്ചും സെൽഫ് പ്രൊട്ടക്ഷൻ്റെ അണ്ടറിലായിരിക്കും വരിക. ഈ ഒരു കാലയളവിൽ തന്നെ ജപ്പാൻ അമേരിക്കയിൽ നിന്നും വ്യത്യസ്തങ്ങളാർന്ന വാർ മെക്കാനിസംസ് വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ജപ്പാൻ ബ്രിട്ടനെയും ഫ്രാൻസിനെയും എല്ലാം പിന്നിലേക്ക് തള്ളി 6th ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡറായി മാറിയിരിക്കുകയാണ്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി 2020 ഇദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടതായി വന്നു. കൂടാതെ 2022 ഇദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തു. ഇപ്പോൾ കാണുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഉറപ്പായും തങ്ങളുടെ ഡിഫൻസ് ബജറ്റ് 2 ഇരട്ടിയായി കൂട്ടും. പക്ഷേ പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അഗ്രഷൻ തന്നെയാണ്. അതെ, ജപ്പാന്റെ നെയ്ബറിംഗ് കൺട്രികളിൽ നിന്നുമുള്ള അഗ്രഷൻ. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സിവിലിയൻസിനെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കൂ. ഇത് 13 വയസ്സുള്ള ഒരു ജാപ്പനീസ് പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ നോർത്ത് കൊറിയ കിഡ്നാപ്പ് ചെയ്തു. ഈ പെൺകുട്ടി ഇതുവരെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കെങ്കിലും അറിയുകയോ ഇല്ല. ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല. നോർത്ത് കൊറിയ വളരെ ഫ്രീക്വൻ്റായി പലരെയും ഇങ്ങനെ കടത്താറുണ്ട്. ഇവരെ സ്പൈ ആയി സൗത്ത് കൊറിയയിൽ അയക്കുന്നു. കൂടാതെ ഇവരുടെ ഐഡൻറ്റിറ്റി കട്ടെടുത്ത് പല ഏജന്റുമാർക്കും വിൽക്കുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായി നാം ഓർത്തിരിക്കേണ്ടത് നോർത്ത് കൊറിയ ഒരു ന്യൂക്ലിയർ പവറാണ്. റീസെൻ്റായി തന്നെ നോർത്ത് കൊറിയ ഒരു മിസൈൽ എക്സ്പെരിമെൻ്റ് നടത്തി. അത് നേരെ ജപ്പാൻ കടന്ന് പസഫിക് ഓഷനിൽ ചെന്നാണ് ലാൻഡായത്. ആ ഒരു ദിവസം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമർജൻസി സിറ്റുവേഷൻ വരെ ആയിപ്പോയിരുന്നു. ട്രെയിനുകളും മറ്റനുബന്ധ സൗകര്യങ്ങൾ പോലും ആ സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നു. നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്ന് ഇത് 14ാമത്തെ തവണയാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ മിസൈൽ ടെസ്റ്റിങ്ങുകൾ നടത്തുന്നത്. നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഭീഷണിക്ക് പുറമെ ചൈനയും വന്നു മറ്റൊരു ഫ്രെയിമുമായി മുന്നിലേക്ക്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ ചൈനയും തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽസിന്റെ എക്സ്പെരിമെന്റുകൾ നടത്തിയിരുന്നു. ഇത് നേരെ ജപ്പാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ വന്നാണ് വീണത്. ജാപ്പനീസ് ടെറിട്ടറിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ. ചൈന നടത്തിയ ഈ ഒരു ശ്രമം വാസ്തവത്തിൽ ജപ്പാന് വേണ്ടിയുള്ള ഒരു സന്ദേശം തന്നെയാണ്. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ജപ്പാനോട് ചൈന പറയുന്നത് ഇങ്ങനെയാണ്: തൈവാന്റെ കാര്യത്തിൽ നിങ്ങൾ കൈകടത്താൻ നിൽക്കരുത്. ഇതിന്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. ആസ് വി നോ, ചൈന തൈവാനും തങ്ങളുടെ പാർട്ടാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. എന്നാൽ തൈവാനിലുള്ളവരെ പോലെ തന്നെ ജപ്പാനും ആഗ്രഹിക്കുന്നത് ചൈന ഒരിക്കലും തൈവാനെ ഇൻവൈഡ് ചെയ്യരുതെന്നാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം തൈവാൻ ജപ്പാനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ജപ്പാന്റെ സദൺ മോസ്റ്റ് ഐലൻഡ് തൈവാനിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ്. അതായത് തൈവാനിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ എഫക്റ്റ് ജപ്പാനിലും ഉണ്ടാകും. കൂടാതെ ജപ്പാന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ട്രേഡ് റൂട്ട്സും കടന്നു പോകുന്നത് തൈവാനിലൂടെയാണ്. എന്നെങ്കിലും ചൈന തൈവാനെ ഇൻവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ജപ്പാന്റെ ട്രേഡിനെ വളരെ മാരകമായി ബാധിക്കും. ഇതിനു പുറമെ തൈവാനുമായി വളരെ നല്ല ബന്ധമാണ് ജപ്പാനുള്ളത്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം തൈവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഇതിനു പുറമെ ജാപ്പനീസ് ജനതയും വിശ്വസിക്കുന്നത് എന്നെങ്കിലും ചൈന ഇവരെ ഇൻവൈഡ് ചെയ്യുകയാണെങ്കിൽ യുദ്ധത്തിൽ ജപ്പാനും ഇറങ്ങി അവരെ സഹായിക്കണമെന്നാണ്. ചൈനയും ജപ്പാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല. ചൈന സെങ്കാക്കു ഐലൻഡ്സ് തങ്ങളുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്നു. എങ്ങനെയാണോ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് അവർ ക്ലെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ജപ്പാന്റെ സെങ്കാക്കു ഐലൻഡും അവർ ക്ലെയിം ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളുടെയും ഇടയിലെ ഈ ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട് കഴിഞ്ഞ 40 വർഷമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. പക്ഷേ ജപ്പാന്റെ ശത്രുക്കൾ ഇവിടെ അവസാനിച്ചെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെയാണ് റഷ്യയുടെ എൻട്രി. റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു സമയം വരെ എല്ലാ രാജ്യങ്ങളും വളരെയധികം ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ മിലിറ്ററി ബഡ്ജറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം 21ാം നൂറ്റാണ്ടിൽ പോലും വലിയ യുദ്ധങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ ഒരു കാരണം കൊണ്ട് ജപ്പാനും അലേർട്ടായിരിക്കുകയാണ്. എക്സ് പ്രൈം മിനിസ്റ്റർ ഫൂമിയോ കിഷിദയുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. യുക്രൈൻ ടുഡേ മേ ബി ഈസ്റ്റ് ഏഷ്യ ടുമാറോ. കൂടാതെ ജപ്പാൻ റഷ്യയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവരുടെ ഇടയിലും ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട് ഓവർ കുറിൽ ഐലൻഡ്സ്.
സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത്. ഹ്യൂജ് ആൻഡ് റിച്ച് ഫിഷിംഗ് ഗ്രൗണ്ട്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സ്. റഷ്യയുടെ കണ്ണ് ഈ ഒരു പ്രദേശത്താണ്. തൻ്റെ ഡിഫൻസ് സിസ്റ്റം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഒരു പ്രദേശം തങ്ങളുടേതായി ക്ലെയിം ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഏറ്റവും പ്രധാനമായി ഇന്ന് ജപ്പാനെ സംരക്ഷിക്കാൻ USA തയ്യാറല്ല. ഈ കഴിഞ്ഞ 6 മാർച്ചിന് തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് ജപ്പാനെ ഞങ്ങൾ സംരക്ഷിക്കുന്നു, എന്നാൽ ജപ്പാൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ഫേവറും ഉണ്ടാകുന്നില്ല. ഇതുപോലെയുള്ള ട്രീറ്റുകൾ ആരാണ് ഉണ്ടാക്കുന്നത്? ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു അനൗൺസ്മെൻറ്റ് വാസ്തവത്തിൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുവാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടാനില്ല. സോ ബേസിക്കലി ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് കൊറിയ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ വളരെ വലിയ വെല്ലുവിളികളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ തങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി ജപ്പാൻ ചെയ്യുന്ന ഈ പ്രവർത്തികൾ പൂർണ്ണമായും ലോജിക്കലാണ്. ജപ്പാൻ 6th ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡർ ആയിട്ട് പോലും അവരുടെ GDPയുടെ 1% മാത്രമാണ് ഇവർ ഡിഫൻസിനായി സ്പെൻഡ് ചെയ്യുന്നത്. അതിനർത്ഥം ഫ്യൂച്ചറിൽ ഇനി ഇതിലും കൂടുതൽ സ്പെൻഡിങ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ഇപ്പോൾ നടക്കുന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. ജപ്പാന്റെ ഈ ഒരു പ്രവണതയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാ വീഡിയോകളെ പോലെയും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യാനും പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.